പൈശാചിക ശക്തികൾ ശക്തി പ്രാപിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവരാരാധന സ്വീകരിച്ചിട്ടാണ്. പിശാചിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അവന് പരമാവധി ആരാധന കിട്ടണം. അതുകൊണ്ടാണ് പിശാച് ഈശോയോട് പോലും വന്നിട്ട് ചോദിക്കുന്നത്, നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ ഞാൻ ഈ ദേശം നിനക്ക് തരാമെന്ന് പറയുന്നത്. ഈ ദേശം തരാമെന്ന് പറയുമ്പോൾ ഈ ദേശം അവൻ്റെ കയ്യിലാണെന്നാണ് അവൻ പറയുന്നത്. ഈശോ അത് അല്ലാന്ന് പറയുന്നില്ല. അവൻ പിശാച് അത് കൈയടക്കി വെച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് പിശാചിന് അതിൽ അവകാശം കിട്ടിയത്? പിശാചിനെ അവിടെ ആരാധിച്ചത് കൊണ്ടാണ്, അവിടെ പാപം പെരുകിയത് കൊണ്ടാണ്, അവിടെ തിന്മ വർദ്ധിച്ചത് കൊണ്ടാണ്. എവിടെ പാപമുണ്ടോ, എവിടെ തിന്മയുണ്ടോ, എവിടെ പൈശാചിക ആരാധനയുണ്ടോ, എവിടെ സത്യദൈവത്തിൽ നിന്ന് ദൈവജനം അകന്നു കഴിയുന്നോ അവിടെ സാത്താൻ്റെ ബലിപീഠങ്ങൾ ഉയർന്നിട്ടുണ്ട്, അവിടെ പിശാചിന് അതിൻ്റെ മേൽ അവകാശമുണ്ട്. ആ സ്ഥലം പിശാചിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കണമെങ്കിൽ അതിനുള്ള ആത്മീയ മർമ്മമാണ് അവിടെ ബലി നടക്കണം എന്നത്. അവിടെ ബലിയർപ്പണം നടക്കണം. അതുകൊണ്ട് പൈശാചിക ആധിപത്യങ്ങളെ തകർക്കാൻ നമ്മൾ പ്രധാനമായും ബലിയർപ്പണങ്ങളെ യോഗ്യതയോടെ ബലിയർപ്പിച്ച് ബലിയർപ്പണങ്ങൾ സജീവമാവണം. ഇപ്പോൾ ഒരു സ്ഥലത്ത്, ഒരു ദേശത്ത് ദൈവമായ കർത്താവിൻ്റെ സാന്നിധ്യം വർദ്ധിക്കണമെങ്കിൽ അവിടുത്തെ ആ ഇടവക പള്ളിയിലെ ബലിയർപ്പണം വളരെ ശക്തമാവണം. സാത്താൻ ഇത് അറിയാവുന്നത് കൊണ്ടാണ്. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എനിക്ക് അനുഭവമുണ്ട്, നിങ്ങൾക്കും ഉണ്ടാവും. ഇവിടെ ദേവാലയം പണിയാൻ തുടങ്ങിയാലും അതിന് ലോകത്ത് വേറെ ഏത് കാര്യം നമ്മൾ നടത്താൻ ശ്രമിക്കുന്നതിനേക്കാളും വലിയ തടസ്സങ്ങൾ ദേവാലയം പണിയുമ്പോൾ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ദേവാലയം പണിക്ക് തടസ്സം വരും, ദേവാലയം പണിക്ക് കാലതാമസം വരും. അപ്പോൾ അതെല്ലാം എന്തുകൊണ്ടാണ്? അവിടെയുള്ള പൈശാചിക സ്വാധീനങ്ങൾ വിട്ടുപോകാൻ മടിക്കുന്നത് കൊണ്ട് അവ തടസ്സങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ടാണ് നമ്മൾ അത്രയും പ്രാർത്ഥന ഉയർത്തിയാൽ മാത്രമേ ദേവാലയങ്ങൾ ഉയരത്തുള്ളൂ. അതുമാത്രമല്ല, പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ദേവാലയങ്ങൾ വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ പോകുമ്പോൾ അവിടുത്തെ ആരാധന മുടക്കാൻ, ബലിയർപ്പണത്തിൻ്റെ ശക്തി നശിപ്പിക്കാൻ പിശാച് ഭിന്നതകൾ, കലഹങ്ങൾ, വഴക്കുകൾ, ഗ്രൂപ്പുകൾ, തമ്മിൽ തല്ല്, ഇതെല്ലാം സൃഷ്ടിക്കുന്നത്, ഈ ഫ്രാക്ഷൻസ് എല്ലാം സൃഷ്ടിക്കുന്നത് അവനെ ആരാധന സജീവം ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ബലി നടന്നാൽ അവിടെ യോഗ്യതയോടെ ഒരു 10 പേര് ഒരുമിച്ച് കൂടി അവിടെ ബലി അർപ്പിച്ചാൽ അവിടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ഞാൻ കേരളത്തിലെ പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ വ്യത്യാസം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ദേവാലയങ്ങളുള്ള സ്ഥലങ്ങൾ, ബലിപീഠങ്ങളുള്ള സ്ഥലങ്ങൾ, എന്നും കുർബാന നടക്കുന്ന സ്ഥലങ്ങൾ, ഈ സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ അവിടെ ആ അന്തരീക്ഷത്തിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് വീശുന്നത് കാണാൻ പറ്റും. എന്നാൽ അതില്ലാത്ത സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് അത് ആത്മീയ ഭാഷയിൽ നമ്മൾ രണ്ടായിട്ടാണ് സ്ഥലങ്ങളെ തിരിക്കുന്നത്. ഒന്ന് സ്വർഗം തുറക്കപ്പെട്ട സ്ഥലങ്ങളും സ്വർഗം അടയ്ക്കപ്പെട്ട സ്ഥലങ്ങളും. പ്ലേസസ് വെയർ ഹെവൻ ഈസ് ഓപ്പൺ, അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ ദൈവാത്മാവുണ്ട്. നമ്മൾ അന്തരീക്ഷത്തിൽ കയറുമ്പോൾ തന്നെ കർത്താവിൻ്റെ ചൈതന്യമുണ്ട്. അത് ബലി നടക്കുന്നത് കൊണ്ടാണ്, അവിടെ ആരാധന നടക്കുന്നുണ്ട്. അവിടെ കർത്താവിന് ആ ബലിയർപ്പണത്തിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. അതില്ലാത്ത സ്ഥലങ്ങളിൽ പിശാചിൻ്റെ സാന്നിധ്യമുണ്ട്. അവിടെയാണ് അന്ധകാരങ്ങളും തിന്മകളും എല്ലാം വർദ്ധിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് ആരാധനയിലാണ് പൈശാചിക ആധിപത്യം തകരുന്നത്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ജെറീക്കോ കോട്ട തകരുന്ന സമയത്ത് അത് 7ാമത്തെ ദിവസം അവർ വലം വെച്ച് കാഹളം ഊതുമ്പോഴാണ് കോട്ട തകരുന്നത്. 7ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ആരാധനയുടെ ദിവസം എന്നാണ്, സാബത്ത് ദിവസം എന്നാണ്. എന്ന് പറഞ്ഞാൽ ആരാധനയിലാണ് ഈ കോട്ട ഇടിയുന്നത്. പൈശാചിക കോട്ടകൾ ഇടിയുന്നത് ആരാധനയിലാണ്. അതുകൊണ്ട് നമുക്കിന്ന് നമ്മൾ ഈ വിഷയം ചിന്തിക്കുമ്പോൾ അബ്രഹാം ബലിപീഠം പണിതു എന്ന് പറയുമ്പോൾ അത് വെറുതെ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെന്നല്ല. അബ്രഹാം ഉറപ്പുവരുത്തി ദൈവത്തെ ആരാധിച്ച് ഈ ദേശത്ത് കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് അബ്രഹാം ആഗ്രഹിച്ച് അത് ഉറപ്പുവരുത്തി. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആരുടെയെങ്കിലും കുടുംബത്തിൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ പ്രവൃത്തികൾ നടക്കുന്നില്ല എന്ന് തോന്നിയാൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോയി ഒന്ന് പ്രാർത്ഥിക്കുക. ഏലിയ തകർന്നു കിടന്ന ബലിപീഠം നേരെയാക്കി എന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. തകർന്നു കിടക്കുന്ന ബലിപീഠം ഒന്ന് നേരെയാക്കുക. കുടുംബാംഗങ്ങൾ, ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രയാസം ഉണ്ടെന്ന് വിചാരിക്കുക, ആദ്യം ചെയ്യേണ്ടത് കുടുംബാംഗങ്ങൾ കുമ്പസാരിച്ച് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്കൊന്ന് പോവുക. ഞാൻ വലിയ സാമ്പത്തിക ബാധ്യതയിലുള്ള, എനിക്ക് പരിചയമുള്ള ഒരു ചെറുപ്പക്കാരൻ എന്നോട് ഒരു ഡിസംബർ 31 കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അടുത്ത വർഷമെങ്കിലും എനിക്കൊരാഗ്രഹമുണ്ട്, കടമില്ലാതെ ഒരു ദിവസമെങ്കിലും കിടന്നുറങ്ങണം. ഞാൻ അവനോട് പറഞ്ഞു, നീ 1-ാം തീയതി മുതൽ എന്നും മുടങ്ങാതെ കുർബാനയ്ക്ക് പോകും. 1-ാം തീയതി
മുതൽ അവർ വിശുദ്ധ കുർബാനയ്ക്ക് പോയി. ഒന്നാമത്തെ ദിവസം എൻ്റെ കൂടെ കുർബാന അർപ്പിച്ചു. പിന്നെ എല്ലാ ദിവസവും മുടങ്ങാതെ പോയി. ഒക്ടോബർ മാസത്തിൽ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് രാത്രി ഞാൻ ഉറങ്ങാൻ പോകുന്നത് കടമില്ലാത്തവനായിട്ടാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ 9 മാസം കഴിയുമ്പോഴേക്കും അവൻ്റെ ജീവിതത്തിലെ ലക്ഷങ്ങളുടെ ബാധ്യത ദൈവം എടുത്തു മാറ്റി. അതെന്താ സംഭവിക്കുന്നത്? ബലിപീഠം പണിതു. ഇത്രയും നാളും തകർന്നു കിടന്ന ആ ബന്ധം കർത്താവിൻ്റെ അടുത്ത് എല്ലാ ദിവസവും പ്രഭാതത്തിൽ പോയി 3/4 മണിക്കൂർ, അരമണിക്കൂർ, 3/4 മണിക്കൂർ കർത്താവിനെ ആരാധിച്ചു. ബലിപീഠം പണിതു. അവിടെ ആ വഴി തുറക്കപ്പെട്ടു. നമുക്ക് കുറുക്ക് വഴികളില്ല ഇതിനൊന്നും. നമ്മൾ പോയി എന്തെങ്കിലും ആഭിചാരം, മന്ത്രവാദം, കൂടോത്രം അങ്ങനെ ചെയ്ത് അവിടെ പോയി ഇവിടെ പോയി ബന്ധനങ്ങൾ പെരുകത്തേ ഉള്ളൂ. ദൈവത്തെ ആരാധിക്കും, കർത്താവിന് വേണ്ടി സമയം കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് ബലിപീഠം പണിയുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നത്തെ പുണ്യം, നമ്മൾ അഭ്യസിക്കേണ്ട പുണ്യം ഔദാര്യമാണ്. ഔദാര്യം, ജനറോസിറ്റി, ഔദാര്യം. ഒഴിവാക്കേണ്ട പാപം എന്താണ്? ആർത്തിയാണ്. ആർത്തിയുടെ ഓപ്പോസിറ്റാണ് ഔദാര്യം. ആർത്തി എന്നാൽ നമുക്കെല്ലാം വേണമെന്നുള്ള ചിന്തയാണ് ആർത്തി. ഔദാര്യം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എല്ലാം ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ഔദാര്യം. ജനറോസിറ്റി പുണ്യം, ഗ്രീഡ് ഒഴിവാക്കേണ്ട പാപം. ഇനി ഇന്നത്തെ ടാസ്ക്, ഇന്ന് ചെയ്യേണ്ട പ്രവൃത്തി കരുണയോടെ ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും വ്യത്യാസപ്പെട്ട് ഔദാര്യത്തോടെ എന്തെങ്കിലും ഒരു പ്രവൃത്തിയെങ്കിലും ആർക്കെങ്കിലും വേണ്ടി ചെയ്യുക. ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഔദാര്യമുള്ള ഹൃദയത്തോടെ നമ്മൾ സാധാരണ ചെയ്തു കൊടുക്കാതിരുന്നൊരു കാര്യം ഔദാര്യത്തോടെ ഒരാൾക്ക് ചെയ്തു കൊടുത്ത് പരിശീലിക്കുക. ഇനി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇതാണ്: കർത്താവേ, എൻ്റെ ഹൃദയം അങ്ങയുടെ തിരുഹൃദയം പോലെ വിശാലമാക്കി മാറ്റണമേ. കർത്താവേ, എൻ്റെ ഹൃദയം അങ്ങയുടെ തിരുഹൃദയം പോലെ വിശാലമാക്കി മാറ്റണമേ. മേക്ക് മൈ ഹാർട്ട് ആസ് ലാർജ് ആസ് യുവർ സേക്രഡ് ഹാർട്ട്. കർത്താവേ, എൻ്റെ ഹൃദയം അങ്ങയുടെ തിരുഹൃദയം പോലെ വിശാലമാക്കി എല്ലാവരെയും ഉൾക്കൊള്ളുന്നൊരു ഹൃദയമാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആരാധനയിൽ അതിനുവേണ്ട ആശീർവാദം നമുക്ക് പ്രാപിക്കുകയും ചെയ്യാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ആരാധനയിൽ നമ്മുടെ കുടുംബങ്ങളെ കർത്താവിന് കൊടുക്കാം. നമ്മുടെ ഭവനം സ്ഥിതി ചെയ്യുന്ന മണ്ണ്, വീട്ടിലെ മുറികൾ, ഉപകരണങ്ങൾ, ഉപയോഗവസ്തുക്കൾ, വാഹനങ്ങൾ, വളർത്തുമൃഗങ്ങൾ, വഴികൾ, വരുമാനമാർഗങ്ങൾ, ഇവയെല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുത്ത് സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, തലമുറകളായി പിശാചിന് അവകാശമുള്ള ഏതെങ്കിലും മേഖല ഞങ്ങളുടെ കുടുംബങ്ങളിലുണ്ടെങ്കിൽ കർത്താവെ, അങ്ങേക്കതെല്ലാം അറിയാം. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായെങ്കിലും, ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും കർത്താവെ, ഞങ്ങളുടെ മാതാപിതാക്കളോ പൂർവികരോ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലുമോ ഞങ്ങളോ സാത്താന് വാതിൽ തുറന്നു കൊടുത്ത സാഹചര്യങ്ങളുണ്ടെങ്കിൽ ദൈവമേ, ഈ ബലിപീഠം പണിയുന്നതിലൂടെ, കർത്താവെ, ഈ ആരാധന നടത്തുന്നതിലൂടെ കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ പിശാചിനുള്ള എല്ലാ അവകാശങ്ങളെയും ഞങ്ങൾ തള്ളിപ്പറയുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഏകരക്ഷകനായി, ഏകദൈവമായി, ഏകകർത്താവായി ഞങ്ങൾ ഏറ്റുപറയുന്നു. പിശാചിനെ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവെ, പാപത്തിൻ്റെ എല്ലാ ശാപങ്ങളും, പാപം കൊണ്ടുവന്ന പിശാചിൻ്റെ അവകാശങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് കർത്താവെ, നിൻ്റെ രക്തത്തിൻ്റെ യോഗ്യതകളാൽ എടുത്തു മാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ നാമത്തിൽ ഈ ജനത്തെ ആശീർവദിക്കണമേ. വിദൂരങ്ങളിലിരുന്ന് കർത്താവെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആശീർവാദം നൽകുമ്പോൾ അവരുടെ കുടുംബങ്ങൾ ബന്ധനാവസ്ഥകളിൽ നിന്ന് മോചനം പ്രാപിച്ച് ദൈവകൃപ പ്രാപിച്ചതിൻ്റെ സന്തോഷം അറിയാനും അനുഭവിക്കാനും ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളിൽ ഏതെങ്കിലും പൈശാചിക സ്വാധീനങ്ങൾ, പിശാചെടുത്ത അവകാശങ്ങൾ,
സാത്താന് പണിതുയർത്തപ്പെട്ട ബലിപീഠങ്ങൾ നിലനിൽക്കുന്നെങ്കിൽ യേശുവിൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും യോഗ്യതകളാൽ ആ അവകാശങ്ങൾ ഇല്ലാതാവട്ടെ. സാത്താൻ്റെ അടിമത്തങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മാറിപ്പോവട്ടെ. കർത്താവിനെ ആരാധിക്കാത്ത, കർത്താവിനെ ബഹുമാനിക്കാത്ത, കർത്താവിനെ തള്ളിപ്പറഞ്ഞ സകല ബന്ധനാവസ്ഥകളും കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ. കുടുംബങ്ങളിലേക്ക് കർത്താവിൻ്റെ ചൈതന്യവും പ്രകാശവും കടന്നു വരട്ടെ. അനർത്ഥങ്ങളും ആപത്തുകളും അപകടങ്ങളും മാരക രോഗങ്ങളും അകാല മരണവും നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ആത്മഹത്യകളും യേശുവിൻ്റെ നാമത്തിൽ ഇല്ലാതാവട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തി ഒരഭിഷേകമാക്കി മാറ്റട്ടെ. യേശുവിൻ്റെ ശരീരത്തിൻ്റെ യോഗ്യതകളാൽ തന്നെ. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.